നിങ്ങൾ ക്രിപ്റ്റോയിൽ 1,00,000 രൂപ ലാഭമുണ്ടാക്കിയെന്ന് കരുതുക. ആ മുഴുവൻ തുകയും നിങ്ങൾക്കുള്ളതാണോ? അല്ല, അതിൽ വലിയൊരു പങ്കും സർക്കാരിന് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്ത്യയിലെ 30% ക്രിപ്റ്റോ ടാക്സിനെ കുറിച്ച് നമുക്കിന്ന് പഠിക്കാം. ഹലോ ഫ്രണ്ട്സ്, ബ്ലോക്ക് പൾസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പലർക്കും പേടിയുള്ള എന്നാൽ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ക്രിപ്റ്റോ നികുതി നിയമങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തെ നിയമം 30% ഫ്ലാറ്റ് ടാക്സ്. അതായത് ഇവിടെ നിങ്ങളുടെ വരുമാനം എത്രയെന്നത് വിഷയമല്ല. നിങ്ങൾക്ക് 100 രൂപ കിട്ടിയാൽ പോലും അതിൽ നിന്ന് 30 രൂപ, അതായത് 30% സർക്കാരിന് കൊടുത്തിരിക്കണം. രണ്ടാമത്തെ നിയമമാണ് ഏറ്റവും കടുപ്പം. നഷ്ടം കുറക്കാൻ പറ്റില്ല. അതായത് നിങ്ങൾക്ക് ബിറ്റ്കോയിനിൽ 10,000 രൂപ ലാഭം കിട്ടി എന്ന് വിചാരിക്കുക. എത്തേറിയത്തിൽ 5,000 രൂപ നഷ്ടം വന്നു. എന്നാൽ നിങ്ങൾ ആ 10,000 രൂപയ്ക്ക് ടാക്സ് കൊടുക്കുകയും വേണം, എത്തേറിയത്തിൽ നിന്നുള്ള നഷ്ടം നിങ്ങൾ സഹിക്കുകയും വേണം. മൂന്നാമത്തെ നിയമമാണ് 1% TDS. അതായത് നിങ്ങൾ ഓരോ തവണ ക്രിപ്റ്റോ വിൽക്കുമ്പോഴും നിങ്ങളുടെ മൊത്തം തുകയുടെ 1% ടാക്സായി പിടിക്കും. ഇത് സർക്കാരിന് നിങ്ങളുടെ ഇടപാടുകളെല്ലാം ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ്. വർഷാവസാനം ITR ഫയൽ ചെയ്യുമ്പോൾ ഇത് തിരിച്ച് ക്ലെയിം ചെയ്യാനും പറ്റും. നിയമങ്ങളൊക്കെ കുറച്ച് കടുപ്പമാണ്. അതുകൊണ്ട് അമിതമായി ട്രേഡ് ചെയ്യാതെ വാങ്ങി ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. അതായിരിക്കും സുരക്ഷിതം. അപ്പോൾ തുടക്കക്കാർക്ക് വാങ്ങാൻ പറ്റിയ ടോപ്പ് 5 കോയിൻസിനെ കുറിച്ച് നമുക്ക് നാളെ സംസാരിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ക്രിപ്റ്റോയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ബ്ലോക്ക് പൾസ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. ഒന്നിച്ച് പഠിക്കാം, ഒന്നിച്ച് വളരാം.